ഇന്ന് ചൊവ്വാഴ്ച സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയം. അതായത് കർക്കിടക വാവിന്റെ തലേ ദിവസം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ദാഹം വെക്കുക എന്നുള്ള ഒരു ചടങ്ങാണ്. അതായത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ വെക്കാനുള്ള അടയാണ് അമ്മ ഇപ്പൊ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അട നമ്മൾ ആവിയിൽ വേവിച്ചിട്ടല്ല ചെയ്യാറ്, ചുട്ടെടുക്കലാണ് പതിവ്. പിന്നെ ചുട്ടട കഴിക്കാത്തവർ വെറുതെ വായി നോക്കി വെള്ളമിറക്കി ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ചട നമ്മൾ ആവിയിൽ വേവിച്ച് വെക്കുന്നത്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് വെക്കുന്നത് അവല്, മലര്, ശർക്കര, കറുത്ത മുന്തിരി, കൽക്കണ്ടം. ഇതില് മലരാണ് വെക്കാറ്. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും എനിക്ക് പറ്റിയ അബദ്ധമാണോ അല്ലെങ്കിൽ സെപ്റ്റോന് പറ്റിയ അബദ്ധമാണോന്ന് എനിക്കറിയില്ല. മലറിന് പകരം വീട്ടിലെത്തിയത് പൊരിയായിരുന്നു. എന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ഒന്നാണത്. പിന്നെ അത് മാറ്റി വാങ്ങിച്ച് ക്ലീൻ ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല, കാരണം സന്ധ്യ ആവാറായി. അപ്പൊ അമ്മ പിന്നെ തൽക്കാലം പറഞ്ഞു നമുക്ക് ഇത് തന്നെ അങ്ങോട്ട് വെക്കാം, നമ്മുടെ പിതൃക്കളല്ലേ, നമ്മളോട് ക്ഷമിക്കാതിരിക്കോ. അങ്ങനെ വീതി വെച്ചതെല്ലാം എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു അട എടുത്ത് കഴിച്ചു. അതിനുശേഷം പവിസാറിന്റെ വീട്ടിലേക്ക് പോകാനാണ് നമ്മൾ റെഡി ആവണത്. ഓണക്കോടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കണം. ഇത് ആളുടെ ബ്രദറിന്റെ കുട്ടിയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആളുടെ ടോയ്സ് വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കണായിരുന്നു. ഈ സൈഡിൽ കൂടി പോയതാണ് അമ്മ, അതായത് എന്റെ അമ്മായി അമ്മ. വീട്ടില് പരദേവതയുണ്ട്. അപ്പൊ ഇന്ന് പരദേവതയ്ക്കും വെക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറെ നേരം നമ്മൾ എല്ലാവരും കൂടി സംസാരിച്ചിരുന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അങ്ങനെ കർക്കിടക വാവ് ദിവസം രാവിലെ ബലിയിടാനായിട്ട് അമ്മയുടെ കൂടെ കൂട്ടിന് ഞാനും കൂടി പോയി. അവിടെ എത്തിയപ്പോ നല്ല തിരക്കായിരുന്നു. ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലാണ് അമ്മയും ബലിയിട്ടത്. അങ്ങനെ ബലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്ന് വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ പോയത് കുറച്ച് മീൻ വാങ്ങിക്കാനാണ്. നമുക്കിന്ന് വീതി വെക്കണമല്ലോ. മീൻ വാങ്ങിയ കൂട്ടത്തില് ചിക്കനും വാങ്ങി. അതിന്റെ എല്ലാം പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കിച്ചണില് അമ്മയും ഞാനും കൂടിയാണ് കുക്ക് ചെയ്യണത്. എനിക്ക് ഒരു കുഴപ്പമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഒരേ സമയം ഒന്ന് രണ്ട് മൂന്ന് കറികളിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അത് വേറൊന്നുമല്ല, തൊട്ടപ്പുറത്ത് അമ്മയുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തില്. അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാനുണ്ടെന്നുള്ള വിശ്വാസത്തിൽ അമ്മ എങ്ങോടെങ്കിലും പോകും. തിരിച്ചു വരുമ്പോ അതിന്റെ വെള്ളം എന്തെങ്കിലും പറ്റിയാൽ അതിന് ചീത്ത എനിക്ക് കേൾക്കും. എന്ന് വെച്ചിട്ട് മൂന്നാല് കറികളൊന്നും വെക്കാൻ കഴിവില്ലാത്ത ആളാന്ന് വിചാരിക്കരുത്. കൂടെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ തന്നെ ചെയ്യും. അപ്പൊ എനിക്കറിയാലോ എത്രയൊക്കെ അടുപ്പിൽ വെച്ചാലും അത് ഞാൻ തന്നെ നോക്കണം എന്നുള്ളത്. അതെല്ലാം പോട്ടെ, നമ്മുടെ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീത് വെക്കാനായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് ടേബിളിൽ വെക്കണ കൂടാതെ തന്നെ രണ്ടെല്ലാം നമ്മൾ പുറത്ത് കാക്ക കഴിക്കാനായിട്ട് വെക്കും. അതായത് നമ്മുടെ പിതൃക്കൾ വന്ന് കഴിക്കും എന്നുള്ളതാണ് വിശ്വാസം. കാക്കയായിട്ട് അങ്ങനെ വീത് വെച്ചിട്ട് നമ്മൾ സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് മാറിക്കൊടുക്കുക. സാവധാനം അവർ വന്ന് കഴിച്ചോട്ടെ. അങ്ങനെ വെച്ചപ്പോ തന്നെ ഒരു കാക്ക വന്നതാണ്. എന്റെ ക്യാമറ കണ്ട് പറന്നുപോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മളും കഴിച്ച്.